കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതിയായതിനു പിന്നാലെ INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനെതിരെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം ശക്തമാവുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്ന കേസിൽ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് സർക്കാർ അനുമതി നൽകിയതോടെ ആണ് പാർട്ടിക്കുള്ളിൽ നിന്ന് നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം ശക്തമാകുന്നത്. അഴിമതി കേസിൽ CBI വിചാരണ നേരിടേണ്ടി വരുന്ന പശ്ചാത്തലത്തിൽ ആർ ചന്ദ്രശേഖരൻ INTUCയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അടിയന്തരമായി രാജിവെക്കണം എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. അതേസമയം INTUC സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് സംഘടനാ തലത്തിൽ നടപടി ഉറപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് ദേശീയ നേതൃത്വം സജീവമാക്കിയിരിക്കുന്നു എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഏറെ നാളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ കശുവണ്ടി അഴിമതി കേസ്. അതിൽ ചന്ദ്രശേഖരന്റെ പേരും ഉയർന്നു കേട്ടതാണ്. പക്ഷേ അപ്പോഴും ചന്ദ്രശേഖരന് സംരക്ഷണം ഒരുക്കുന്നു എന്ന ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണല്ലോ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ ചുമതലയിൽ നിന്ന് ചന്ദ്രശേഖരൻ ഒഴിവാകണം എന്ന ആവശ്യം ശക്തമാകുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും നിലവിലെ INTUC സംസ്ഥാന അധ്യക്ഷനുമായ ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ചന്ദ്രശേഖരനെതിരെ രൂക്ഷമായ വിമർശനവുമായി ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. INTUCയുടെ സംസ്ഥാന കമ്മിറ്റി, ചന്ദ്രശേഖരൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് ഈ സംഘടനയുടെ ചുമതല കൈമാറണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, അഴിമതി നിരോധന നിയമപ്രകാരം പൊതുപ്രവർത്തകർക്കെതിരെയോ ഉദ്യോഗസ്ഥർക്കെതിരെയോ ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂട്ട് ചെയ്യുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അതിൻ്റെ സർക്കാരിൻ്റെ അനുവാദം ആവശ്യമാണ്. ആ അനുവാദമാണ് CBIക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ അഴിമതിക്കെതിരെ ശക്തമായൊരു നിലപാട് സന്ദേശം പാർട്ടി നൽകുന്നുണ്ട് സമൂഹത്തിനെങ്കിൽ ഈ ചുമതലയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടാൻ ചന്ദ്രശേഖരൻ തയ്യാറാകണമെന്ന ഒരു ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ എതിർ വിഭാഗം ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ കക്ഷികൾ, എതിർ രാഷ്ട്രീയ ചേരികൾ ഇതൊരു രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസിനും INTUCക്കുമെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ചന്ദ്രശേഖരൻ ഉൾപ്പെടുന്ന കമ്മിറ്റിയെ പൂർണ്ണമായി പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം സജീവമാക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു പൊതുസ്വീകാര്യതയുള്ള മുഖത്തെ INTUCയുടെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിച്ചുകൊണ്ട് നിലവിൽ സംഘടനയ്ക്കുണ്ടായിരിക്കുന്ന ഈ ഒരു അവമതിപ്പ് അത് മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയ നേതൃത്വം. അതിനിടയിലാണ് ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നീക്കവുമായി CBIയും അവരുടെ ശ്രമങ്ങൾ സജീവമാക്കിയിരിക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചന്ദ്രശേഖരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു കാര്യം കൂടിയുള്ളത്, ഞാൻ ഇതിപ്പോൾ ഈ സംസ്ഥാന നേതൃത്വത്തെ തന്നെ പിരിച്ചുവിടുന്ന തരത്തിലേക്ക് ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന വിവരം കൂടിയുണ്ടല്ലോ. ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ പുറത്തു വന്നിട്ടുള്ള ഒരു പ്രതികരണം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതിലൂടെ നിയമപരമായി തൻ്റെ നിരപരാധിത്വം നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ ഒരു അവസരം തനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട്, ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്ന ആളുകളോടൊക്കെ നടത്തുന്ന പ്രതികരണം അങ്ങനെയാണ്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട തൊഴിലാളി സംഘടന എന്ന നിലയിൽ ഇങ്ങനെയൊരു ഗുരുതരമായ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് വിദേശത്തു നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ അതിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ സംഘടനയുടെ തലപ്പത്ത് തുടരാൻ അനുവദിച്ചാൽ അത് സംഘടനയുടെ സൽപ്പേരിനെ കളങ്കം ചാർത്തും എന്ന ഒരു നിലപാടിനാണ് മുൻതൂക്കം. പാർട്ടിയിലും ആ നിലപാടിന് തന്നെയാണ് ഒരു വിഭാഗം ശക്തമായ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ദേശീയ നേതൃത്വത്തെ തന്നെ സമീപിച്ചുകൊണ്ട് ചന്ദ്രശേഖരനെതിരായ നീക്കം സജീവമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ചന്ദ്രശേഖരൻ സ്വയം രാജിവെക്കണം എന്ന ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുത്തു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കം മറുവിഭാഗം ആരംഭിച്ചിരിക്കുന്നത്. അവിടെയാണ് ആ കമ്മിറ്റിയെ മുഴുവനായി പിരിച്ചുവിട്ടുകൊണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് രൂപം നൽകാനുള്ള നീക്കങ്ങൾ കൂടി ദേശീയ നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. ആർ ചന്ദ്രശേഖരനെതിരെ നടപടി ഉണ്ടാകണം എന്ന ആവശ്യം ആണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നത്. ഒരു വിഭാഗം അതിശക്തമായി തന്നെ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.